ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഗിവ് അവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാര്യം നമ്മൾ ഏപ്രിൽ 13 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗിവ് അവേ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിന്നേഴ്സാണ് ഉള്ളത്. 3 വിന്നേഴ്സിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ചാണ്. പിന്നെ ഉള്ളത് 2 ലോക്ക് ബോക്സാണ്. അതായത് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ്, വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു വിന്നറിനെ നമ്മൾ T800 അൾട്രയുടെ സ്മാർട്ട് വാച്ച് കൊടുക്കും. ബാക്കി 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ ലോക്ക് ബോക്സ് കൊടുക്കും. അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 26 ഇന്നിപ്പോൾ 27 ആയിട്ടുണ്ട്. 27 ഏപ്രിൽ 27 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലിങ്ക് കോപ്പി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് 33 കമൻറ്റ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിലാണ് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഇടാൻ നേരത്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൽ കുറവ് കമൻറ്റ്സ് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലിങ്ക് അങ്ങോട്ട് കോപ്പി എടുക്കുക. അതിന് ശേഷം തിരിച്ചു പോവുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ കിട്ടണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നവരെയൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞോളും. വേറെ സംഭവമൊന്നുമില്ല. ഇനിയിപ്പോൾ താഴത്തേക്ക് പോയിട്ട് 1+4 ഉണ്ട്, അത് 5 കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റ്സ് ഇപ്പോൾ അത് പിക്ക് ചെയ്തോളും. അപ്പോൾ 27 യുണീക്ക് കമൻറ്റ്സ് ആണുള്ളത്. അതായത് ഇതായിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റുകളല്ലാത്ത 27 കമൻറ്റുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു റാൻഡം കമൻറ്റിനെ ഇതാക്കും. അപ്പോൾ ആദ്യത്തെ വിന്നറിന് ഇതിന് വേണ്ടിയിട്ടുള്ള വിന്നറിനെ നമുക്ക് എടുക്കാം, പിക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെയൊക്കെ പേര് വന്നിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിൽ 491 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഓഫ്ലൈൻ ആയിപ്പോയി, നെറ്റ് പോയാൽ ഒരു മിനിറ്റ്. നെറ്റ് ഒന്ന് ചെറുതായിരുന്നു പോയായിരുന്നു. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതെടുക്കുക. മതി, വേണ്ട പരസ്യമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഹൈലൈറ്റിൽ വരും തന്നെ സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ 491 നമ്മുടെ ആദ്യത്തെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ വിന്നർ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പണി ചെയ്യാം, ഇതിനകത്ത് കയറിയിട്ട് ഞാനൊരു ഹായ് ഇട്ടേക്കാം, ഇനി മാറിപ്പോവണ്ട. ഓക്കെ, അപ്പോൾ അതിൽ 491 ഞാനൊരു ഹായ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ വലുതായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഇതേ പണി നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ അതാണ് നമ്മുടെ ഈ T800 അൾട്രയുടെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്തായാലും നമുക്കിനി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഈ 2 സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നെക്സ്റ്റ് വിന്നർ കണ്ട പിക്ക് അനദർ വിന്നർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും എടുക്കാം. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് റൺ ചെയ്യാം. ഓക്കെ, ഇനി ഇപ്രാവശ്യം ആരാ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സ്റ്റെല്ല 13578. ഓക്കെ, അതേതാണ് ഇതെന്നുള്ള നോക്കാം. പരസ്യം എനിക്ക് കാണിക്കണ്ട, വായം തുറന്ന് നിൽക്കണ ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഓക്കെ, ഇതേ ഇവിടെ വന്നിട്ടുണ്ട് സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഒരു ഹലോ ഇട്ടേക്കാം. അപ്പോൾ ഇനി മാറിപ്പോകണ്ട. ഹലോ ഇട്ടിട്ടുണ്ട്. ഹലോ വന്നില്ലേ, വന്നില്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ അതിനൊരു ഹലോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ യൂസർ നെയിം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. യൂട്യൂബിൽ അവരുടെ യൂസർ നെയിം ഇവിടെ കാണിക്കും. ഓക്കെ, സ്റ്റെല്ല തോമസ്. അപ്പോൾ സ്റ്റെല്ല തോമസ് ആണ് മറ്റേ നമ്മുടെ ഒരു ടൈമർ ബോക്സിൻ്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവരെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് ഇൻഫോർമേഷൻ ഞാൻ എന്തായാലും ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ഇൻഫോർമേഷൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്പർ എനിക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയോ തന്നാൽ മതി. നമ്പർ ഒരിക്കലും പബ്ലിക്കായിട്ട് കമൻറ്റിലൊന്നും ഇടാൻ നിൽക്കരുത്. ഞാൻ ഇടുന്നുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. അല്ലാതെ നമ്മൾ നമ്പർ പബ്ലിക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ നമ്പറൊന്നും ഇടാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു വിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഒരു വിന്നറിനെയും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഇതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് കൊടുക്കാം. ഒരാൾ ഓൾറെഡി വന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വേറെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, സോറി, 2 ഒരാൾക്ക് തന്നെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അവന് ഒടുക്കത്തെ ലക്കാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ആ വിന്നറിനെ സെലക്ട് ചെയ്യാം. പരസ്യം വേണ്ട, എനിക്ക് വേണ്ട. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇതാണ് അത്. അപ്പോൾ ഇതിന് ഞാനൊരു ഹലോ ഇട്ടേക്കാം. ഓക്കെ, ഹലോ ഇട്ടിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കാൻ പറ്റുകയാണ്. ഞാൻ പിന്നീട് കോൺടാക്ട് ചെയ്തോളാം. വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഇതിൽ കമൻറ്റിൽ തന്നെ ഞാൻ എന്തായാലും ചോദിച്ചോളാം കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ യൂസർ ഐ ഡി കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് യൂസർ ഐ ഡി കണ്ടോ, ജോസ്ലിൻ എന്നാണ് പേര്, ജോസ്ലിൻ മധു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതെന്ത് നമ്പറാണോ? 99 ഇതുപോലെ ഫോൺ നമ്പറാണോ? എന്തെങ്കിലും കൊണ്ടായിരുന്നു. ഇതൊന്നും കാണിക്കാണ്ടിരിക്കുന്നത് നല്ലത്. അത് അവരുടെ ഇതിൽ കിടക്കുന്ന സാധനമുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതിൽ ഓൾറെഡി നമുക്ക് ഒരു സ്മാർട്ട് വാച്ച് കിട്ടുകയാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ 2 പ്രൊഡക്റ്റും കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, വേറെ ആളെ സെലക്ട് ചെയ്യണം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതാക്കിയത്. കൊടുക്കാത്ത ലക്കുള്ള മനുഷ്യനാണുള്ളത്. ഓക്കെ, അപ്പോൾ 3 പേർക്ക് ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് അയച്ചിട്ടുണ്ട്, റിപ്ലൈ ഇട്ടിട്ടുണ്ട്. മറ്റേ ലോക്ക് ബോക്സ് കിട്ടിയവർക്കൊക്കെ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. മറ്റേ സ്മാർട്ട് വാച്ച് കിട്ടിയവന് നമ്മൾ ഹായ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്ലൈ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും